കത്തോലിക്ക സഭയിലെ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പോർസിംഗുല ദണ്ഡവിമോചനം ഓഗസ്റ്റ് 2 ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ നടക്കും. ഓഗസ്റ്റ് 1 സന്ധ്യ മുതൽ ഓഗസ്റ്റ് 2 സൂര്യാസ്തമയം വരെയാണ് ഭക്തിപൂർവം ഈ ദണ്ഡവിമോചനം സ്വീകരിക്കാനുള്ള സമയം. പോർസിംഗുല മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ ക്രമീകരിക്കുന്ന ഈ പ്രത്യേക വരപ്രസാദത്തിലൂടെ തങ്ങളുടെ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്ന് വിടുതൽ നേടാൻ വിശ്വാസികൾക്ക് അവസരം ലഭിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ് പോർസിംഗുല ദണ്ഡവിമോചനത്തിന് തുടക്കമിട്ടത്. ദേവമാതാവിന്റെ നാമധേയത്തിലുണ്ടായിരുന്നതും ഉപേക്ഷിക്കപ്പെട്ടതുമായ പോർസിംഗുല എന്ന പുരാതന ദേവാലയം വിശുദ്ധൻ പുനർനിർമ്മിക്കുകയും അവിടെ താമസമാക്കി സന്യാസ സഭയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. പിന്നീട് ലഭിച്ച ദിവ്യദർശനങ്ങളുടെ വെളിച്ചത്തിൽ പാപികൾക്ക് പാപമേകുന്ന ചങ്ങലകളിൽ നിന്ന് മോചനം ഉറപ്പാക്കാൻ സമ്പൂർണ്ണ ദണ്ഡവിമോചനം അനുവദിക്കണമെന്ന് വിശുദ്ധൻ ആവശ്യപ്പെട്ടു. 1216 ഹൊണോറിയസ് മൂന്നാമൻ മാർപ്പാപ്പ ഈ അപേക്ഷ അംഗീകരിക്കുകയും 1481 സിക്സ്റ്റസ് നാലാമൻ മാർപ്പാപ്പ ഇത് സഭയിലെ എല്ലാ ഫ്രാൻസിസ്കൻ ദേവാലയങ്ങളിലേക്കും പിന്നീട് സഭയിലൊട്ടാകെയും വ്യാപിപ്പിക്കുകയുമായിരുന്നു. വിശുദ്ധ പത്രോസ് തടവറയിലെ ചങ്ങലകളിൽ നിന്ന് മോചിതനായ ഓഗസ്റ്റ് 1 എന്ന തീയതിയെ അടിസ്ഥാനമാക്കിയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഓഗസ്റ്റ് 2 ഈ ആത്മീയ ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുത്തത്. നിലവിൽ ഇറ്റലിയിലെ അസീസിയിലുള്ള സെന്റ് മേരി ഓഫ് ദി ഏഞ്ചൽസ് ബസിലിക്കയ്ക്കുള്ളിലാണ് പോർസിംഗുല ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമനുസരിച്ച് കുമ്പസാരത്തിലൂടെ പാപങ്ങളും അവയുടെ നിത്യരക്ഷയും ക്ഷമിക്കപ്പെടുന്നുണ്ടെങ്കിലും പാപം മൂലമുണ്ടാകുന്ന കാലിക ശിക്ഷകൾ അവശേഷിക്കുന്നു. ഇത്തരം ശിക്ഷകളിൽ നിന്നുള്ള പൂർണ്ണമായ ഇളവാണ് പൂർണ്ണദണ്ഡ വിമോചനം കൊണ്ട് ലഭിക്കുന്നത്. ഇത് സ്വന്തം ആത്മീയ ശുദ്ധീകരണത്തിനായോ ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്ന ആത്മാക്കൾക്കായോ കാഴ്ചവെക്കാം. ഓഗസ്റ്റ് 2 ദണ്ഡവിമോചനം നേടുന്നതിനായി വിശ്വാസികൾ 5 കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് പോർസിംഗുല ദണ്ഡവിമോചനം നേടണമെന്ന ആഗ്രഹത്തോടെ സ്വന്തം ഇടവക പള്ളിയിലോ ഫ്രാൻസിസ്കൻ ദേവാലയമോ ഭക്തിപൂർവ്വം സന്ദർശിക്കുക എന്നത്. അതിൽ രണ്ടാമത്തേതാണ് അനുതാപനിർഭരമായ ഹൃദയത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നുള്ളത്. അതിൽ മൂന്നാമത്തേതാണ് മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്കായുള്ള പ്രാർത്ഥന. ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു ത്രിത്വസ്തുതി എന്നിവയും വിശ്വാസ പ്രമാണവും ചൊല്ലി മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്കായി സമർപ്പിക്കുക. നാലാമത്തേതാണ് കുമ്പസാരം. ദണ്ഡവിമോചന ദിനത്തിന് 8 മുതൽ 20 ദിവസം മുൻപോ ശേഷമോ അല്ലെങ്കിൽ അന്നേ ദിവസത്തിലോ നല്ല രീതിയിൽ കുമ്പസാരിക്കുക. അഞ്ചാമത്തേതാണ് എല്ലാവിധ പാപ സാഹചര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും അകന്നു നിൽക്കാനുള്ള ആന്തരിക വിശുദ്ധി സൂക്ഷിക്കുക എന്നുള്ളത്. പാപഭാരങ്ങൾ ഇറക്കിവെച്ച് ഹൃദയം ശുദ്ധീകരിച്ച് ദൈവകൃപയിലേക്ക് മടങ്ങിയെത്താൻ സഭ നൽകുന്ന ഏറ്റവും വലിയ ആത്മീയ സമ്മാനമാണ് പോർസിംഗുല ദണ്ഡവിമോചനം. പാപത്തിന്റെ കറകൾ കഴുകിക്കളഞ്ഞ് പുതുജീവനിലേക്ക് ചുവടുവെക്കാൻ ഈ പോർസിംഗുല തിരുനാൾ നമുക്ക് വഴിയാകട്ടെ.